പ്രിയ കൂട്ടുകാരെ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. എന്താണെന്നോ അറിയണ്ടേ നിങ്ങൾക്ക്? പറയാം. ഞാനൊരു യാത്രയിലായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു സഹോദരൻ വന്ന് എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഏത് കോൺഗ്രിഗേഷനാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൻ്റെ അംഗമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, കൊട്ടിയം ഹോളി ക്രോസ് ആണോ? ഞാൻ പറഞ്ഞു അല്ല. ഹസാരിബാഗ് ആണോ? അല്ല. പിന്നെ ഏത് കോൺഗ്രിഗേഷനാണ്? സഹോദരൻ, ഞാൻ പറയാം എൻ്റെ കോൺഗ്രിഗേഷനെ പറ്റി. എൻ്റെ കോൺഗ്രിഗേഷൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രോസ് ഓഫ് ഷാവനോ എന്നാണ്. 1838 ഫ്രാൻസിലെ ഷാവന എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ സഭ സ്ഥാപിതമായത്. ഞങ്ങളുടെ സഭാ സ്ഥാപകരാണ് മദർ ക്ലോഡിൻ എഷേണിയറും ദൈവദാസനായ ഫാദർ പീറ്റർ മെർമിയറും. ഈ ഒരു ചെറിയ തുടക്കം വളർന്ന് പടർന്ന് പന്തലിച്ച് ഇന്ന് 17 രാജ്യങ്ങളിലായി ഞങ്ങൾ സേവനം ചെയ്യുന്നു. യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് അവിടുത്തെ കുരിശിൻ്റെ കരുണാർദ്രമായ സ്നേഹം എല്ലാവരിലും എത്തിച്ച് അവരെ യേശുവിലേക്ക്, രക്ഷയിലേക്ക് നയിക്കുക എന്നതാണ് ഞങ്ങളുടെ സഭയുടെ ക്യാരിസം. 1886 ഇന്ത്യയിൽ അമരാവതി എന്ന സ്ഥലത്ത് ആദ്യമായി ഞങ്ങൾ തുടർന്നു. ഇന്ത്യയിൽ 8 പ്രോവിൻസുകളിലായി, പിന്നെ ശ്രീലങ്കയിലും ആഫ്രിക്ക, യൂറോപ്പ് എന്ന 3 പ്രോവിൻസുകളിലുമായി ഞങ്ങൾ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, സാമൂഹ്യ പ്രവർത്തനം, അജപാലന ശുശ്രൂഷ എന്നിവയാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക്, അനാഥരിലേക്ക്, ആലംബഹീനരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കൈപിടിച്ചുയർത്തി സമൂഹത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് എത്തിച്ചേർക്കുക എന്ന ദൗത്യത്തോടുകൂടി യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹം അവരിൽ പങ്കുവെച്ചുകൊണ്ട് ഇന്നും ഞങ്ങളുടെ സഭ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷികളായി പ്രവർത്തിക്കുന്നു. അതെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ നിങ്ങളോടെ ആയിരിക്കുവാനും നമ്മുടെ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൻ്റെ തിരുനാൾ ഈ വരുന്ന സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ ദിനമായി ലോകമെമ്പാടും ആചരിക്കുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടും പൂർണ്ണ സന്തോഷത്തോടും കൂടി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ. ആ രക്ഷയിലേക്ക് നമുക്കേവർക്കും കൈകോർത്ത് നിൽക്കിക്കൊണ്ട് നടന്നു ചെല്ലാം. അവിടെ വെച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, പുകഴ്ത്താം, ആരാധിക്കാം. ഒപ്പം യാചനകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും യാചിക്കാം. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. നന്ദി.